ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ട എല്ലാ എലമെൻസും ഉണ്ട്. കോമഡി, ആക്ഷൻ, റിവെഞ്ച് എല്ലാം ഉണ്ട്. ആക്ച്വലി ഡയറക്ഷൻ നോക്കുന്നതാണ്. നയൻതാര ഫസ്റ്റ് ഹാഫ് നന്നായ പെർഫോമൻസാണ്, നല്ല കാണാൻ ഭംഗിയിട്ടുണ്ട്. പിന്നെ ദീപു പടിക്കോൻ സെക്കൻഡ് ഹാഫ് നന്നായിട്ടുണ്ട്. ഷാറുഖ് ഖാൻ്റെ പെർഫോമൻസ് ഉഗ്രനാണ്. എല്ലാം കൊണ്ട് നല്ല എൻ്റർടൈൻമെൻ്റ് ആണ്. ഓൺലൈൻ കുറച്ച് വലിച്ചു നീട്ടിയോ തോന്നി, 3 മണിക്കൂർ ആവശ്യമില്ല. പിന്നെ ആ ക്ലൈമാക്സ് പെട്ടെന്ന് അവസാനം കൊണ്ട് തോന്നി. അത് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു എൻ്റർടൈനറാണ്. ഭയങ്കര വലിയ ഹിറ്റായി, 10 പോലെയാണ്. ഇതൊരു ആറ്റ്ലി പടമായിരുന്നു. അത് തന്നെ ആറ്റ്ലി പടം, ആറ്റ്ലിയുടെ ഷാരൂഖ് പടം. അത് ഓരോരുത്തരുടെ കണ്ണിലിരിക്കുക. എൻ്റെ കണ്ണിൽ ഇറ്റ് വാസ് പ്യുവർലി ഒരു ആറ്റ്ലി, ഒരു തമിഴ് ടച്ചുള്ള ബോളിവുഡ് പടം. അടിപൊളിയാണ്. ഡെഫിനറ്റ്ലി വിജയ് സേതുപതിയുടെ അഭിനയത്തെ പറ്റി ഒന്നും പറയാൻ നമ്മളാളല്ലല്ലോ. രണ്ടുപേരും 2 റോളല്ലേ ചെയ്തിരിക്കുന്നത്. സോ ആ, അവരൊക്കെ അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും അവരുടെ റോള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്യുവർലി ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ ഒരു ആറ്റ്ലി പടം. ലാഗില്ല. അടി എന്നുള്ളതല്ല, എല്ലാം ഫാസ്റ്റായി കഴിയുന്നു പോകുന്നു. ഈവൻ മാറ്റേഴ്സ് പറയുന്നതും എന്താ പറയുക, ആൾക്കാരിലേക്ക് സംഭവങ്ങൾ എത്തിക്കുന്നതും എല്ലാം പടേ വാച്ചബിൾ. ഹലോ ഷാരൂഖ് ജിയുടെ ഒരു അക്ഷമേധ ഹുക്കുമാണ് ഈ സിനിമ. ത്രില്ലിംഗ് എന്ന് പറഞ്ഞാൽ ഗംഭീര ത്രില്ലിംഗാണ്. തീ പാർന്ന് ഗംഭീര ഫൈറ്റ് ഒന്നും നാട്ടാറ് ഫൈറ്റാണ്. ഇടിവെട്ട് ഫൈറ്റ് എന്ന് പറഞ്ഞ ഫൈറ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റായിട്ട് വേണ്ട സിനിമയാണ്. അഭിനയം എന്ന് പറഞ്ഞാൽ ദാരുണ അഭിനയമാണ്. ഉജ്ജ്വല ത്രസിപ്പിക്കുന്ന, കണ്ണഞ്ചിപ്പിക്കുന്ന, മനസ്സിനെ ഇഷ്ടം കൊള്ളിക്കുന്ന അഭിനയ മുഹൂർത്തങ്ങളാണ് ഷാരൂഖ് ജിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന. ഗംഭീര പെർഫോമൻസ് ആണ് ഷാരൂഖ് ജിയും നമ്മുടെ വിജയ് സേതുപതി സാറും മികച്ചാണ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലവ് സീക്വൻസ് എടുത്തു പറഞ്ഞാണ്. 2 നായകന്മാരുണ്ട്, നയൻതാരയും പിന്നെ വേറൊരു നായികയും. മികച്ചാണ് ചെയ്തിട്ടുള്ള സിനിമയാണ്. ഇതുവരെ ഹിന്ദി സിനിമയിൽ കാണാത്തത്രയുള്ള മേക്കിംഗ് ആണ്. ആറ്റ്ലി എന്ന സംവിധായകൻ്റെ ഒരു തിരിച്ചു വരുന്നതെന്ന് പറയാം. ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് വാച്ച് ചെയ്യേണ്ട സിനിമയാണ്. പിന്നെ മെട്രോ സീക്വൻസ് ഒക്കെ മികച്ചായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ കാർ ചേസിങ് ആയിക്കോട്ടെ, ബൈസ്റ്റണ്ട് ആയിക്കോട്ടെ, പിന്നെ എല്ലാം കൊണ്ടും തന്നെ പ്രകമ്പനം കൊള്ളിക്കുന്ന, തീപ്പാറുന്ന അക്ഷമേധം എന്ന് തന്നെ പറയാം. റേറ്റിംഗ് 5-ന് ഒരു 4.2. സംവിധായകൻ ഹിന്ദിയിലേക്ക് അരങ്ങേറുമ്പോൾ എങ്ങനെ ഉണ്ടാവും? ഷാറുഖ് ഖാൻ, നയൻതാര, വിജയ് സേതുപതി വെച്ച് എങ്ങനെ ഈ ഒരു സിനിമ ചെയ്തിട്ടുണ്ടാവുമെന്ന് നോക്കിക്കാണാൻ ഞാൻ വന്നത്. എന്തായാലും പ്രതീക്ഷ തെറ്റിയില്ല. 2.25 മണിക്കൂറോളം എല്ലാം മറന്ന് നമുക്ക് ആനന്ദിക്കാനുള്ള വക നൽകിയ ഒരു ചിത്രമാണ്. പിന്നെ ആക്ഷൻ, അതേപോലെ BGM, മ്യൂസിക്, സ്റ്റണ്ട്, അങ്ങനെ ക്യാമറ വർക്കുകളെല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ആറ്റ്ലിയുടെ ഒരു നല്ലൊരു ഹിന്ദി അരങ്ങേറ്റം തന്നെയാണ്. അപ്പോൾ ഒരുപാട് റെക്കോർഡുകൾ നേടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇഷ്ടപ്പെട്ടു, വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഫസ്റ്റ് ഹാഫിൻ്റെ അത്ര ഒരു കിക്ക് സെക്കൻഡ് ഹാഫിൽ എവിടേക്കോ ഒന്ന് മിസ്സായ പോലെ ഉണ്ട്. പക്ഷേ ഓവറോൾ ആറ്റ്ലി പിടിച്ചിട്ടുണ്ട്. കൊമേഴ്ഷ്യൽ എലമെൻറ്റ്സ് എല്ലാം ആഡ് ചെയ്ത് തന്നെ ഷാറുഖ് ഖാന് പറ്റിയൊരു പടമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. വിജയ് സേതുപതി കൊള്ളാം. വിജയ് സേതുപതി ആസ് യൂഷ്വൽ വില്ലൻ വേഷങ്ങളെല്ലാം തകർത്തുകൊണ്ടിരിക്കുകയല്ലേ. പുള്ളിയുടെ ഏത് റോൾ കൊടുത്താലും അത് സേഫാണ്. പുള്ളിയുടെ പെർഫോമൻസ് കൊണ്ട് അത് എപ്പോഴും മികച്ചതാണ്. എല്ലാവരും കൊള്ളാം. നയൻതാര കുറച്ചുകൂടെ അടിപൊളിയായിട്ടുണ്ട്. മേക്ക് ഓവറിലും നല്ല ലുക്കിലും എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. അറ്റ്ലിയുടെ സ്ഥിരം മേക്കിംഗ് സ്റ്റൈൽ തന്നെ നമ്മൾ മെർസലൊക്കെ കാണുന്ന ഒരു വൈബിൽ തന്നെ ഇരുന്ന് കാണാൻ പറ്റിയൊരു പടമാണ്. ഡബിൾ ആക്ഷൻ പടമാണ്. ഒരു അച്ഛൻ മകൻ കോമ്പോസ്.